വിദ്യാർത്ഥികളെ ഏവർക്കും ട്യൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക ബൈനറി വൺസ് കോംപ്ലിമെന്റ് അഡിഷന്റെ രണ്ടാമത്തെ കേസാണ്. ഈ ഒരു സെക്കൻഡ് കേസിൽ പറയുന്നത് നെഗറ്റീവ് നമ്പറിന് ഹയസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ആണ് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് വൺസ് കോംപ്ലിമെന്റ് അഡിഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. വിദ്യാർത്ഥികളെ ഈ ഒരു വീഡിയോ ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വിദ്യാർത്ഥികളെ കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ വൺസ് കോംപ്ലിമെന്റ് അഡിഷന്റെ കേസ് 1 കണ്ടീഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക കേസ് 2. കേസ് 2 പറയുന്നത് ഇതാണ്: രണ്ട് നമ്പേഴ്സിനെയും തമ്മിൽ വൺസ് കോംപ്ലിമെന്റ് അഡിഷൻ പെർഫോം ചെയ്യണം. ഇങ്ങനെ അഡിഷൻ പെർഫോം ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് ഹയസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള നമ്പർ എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് നമ്പർ ആണ് എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വൺസ് കോംപ്ലിമെന്റ് അഡിഷൻ പെർഫോം ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. സെയിം മെത്തേഡ് തന്നെയാണ് നിങ്ങൾ വൺസ് കോംപ്ലിമെന്റ് സബ്ട്രാക്ഷൻ എന്ന് പറഞ്ഞ് ഈ രണ്ടാമത്തെ ഒരു ലെക്ചറായിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യും. ആ ലെക്ചറിൽ കാണുന്നതും ഏതാണ്ട് ഈ ഒരു സിമിലർ ആയിട്ടുള്ള ഓപ്പറേഷൻസ് തന്നെയാണ്. സോ നമുക്ക് ഉദാഹരണത്തിലൂടെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. അതിനു മുമ്പേ ഇവിടെയുള്ള റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കുക. ഒന്നാമത്തെ റൂൾ ഇതാണ് പറയുന്നത്: വൺസ് കോംപ്ലിമെന്റ് ഓഫ് ദ നെഗറ്റീവ് നമ്പറിനെ എടുക്കുക. ആദ്യത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ ചെയ്യേണ്ടത് നെഗറ്റീവ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. ആ കിട്ടിയിരിക്കുന്ന റിസൾട്ടും തന്നിരിക്കുന്ന പോസിറ്റീവ് നമ്പറുമായിട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ ഒരു ക്യാരി എന്ന് പറയുന്ന ഓപ്പറേഷൻ കിട്ടത്തില്ല. ഒരു ക്യാരി ആയിട്ട് 1 ബിറ്റിനെ നിങ്ങൾക്ക് ഒരിക്കലും കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ കിട്ടിയിരിക്കുന്ന ഉത്തരത്തിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. ആ വൺസ് കോംപ്ലിമെന്റിന് ഒരു നെഗറ്റീവ് സൈനും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഫൈനൽ റിസൾട്ട് കിട്ടും. സോ എക്സാമ്പിളിലൂടെ നമുക്ക് നമ്മുടെ ഓപ്പറേഷൻസ് പരിചയപ്പെടാം. സോ ഇവിടെ ഞാൻ അഡിഷൻ പെർഫോം ചെയ്യാൻ പോകുന്നത് 1101 പ്ലസ് ഓഫ് -1110 എന്ന് പറയുന്ന ഓപ്പറേഷനെയാണ് ഇവിടെ പെർഫോം ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ സ്റ്റെപ്പിൽ പറയുന്നത് എന്താണ് നോക്കുക. നെഗറ്റീവ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. ദാറ്റ് ഈസ് നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് 1110 ആണ്. ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 0001 ആണ്. അതായത് 1 ഉള്ളിടത്തെല്ലാം 0 വന്നു, 0 ഉള്ളിടത്തെല്ലാം 1 വന്നു. സോ വൺസ് കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ ഇനി ചെയ്യേണ്ടത് എന്താണ്? ഈ കിട്ടിയ വൺസ് കോംപ്ലിമെന്റും പോസിറ്റീവ് നമ്പറുമായിട്ട് ആഡ് ചെയ്യുക. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ 1101 പ്ലസ് 0001 addition operation perform ചെയ്യുമ്പോൾ 1 plus 1 will result in 0 with a carry of 1. So 1 plus 0 എന്ന് പറയുന്നത് 1 ആണ്. ആ 1ന്റെ കൂടെ 0 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 തന്നെയായിരിക്കും വരിക. 1 plus 0 is 1 and 1 plus 0 is 1. സോ ഇവിടെ നോക്കിയാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഉത്തരത്തിനകത്ത് ഒരു ക്യാരി ബിറ്റ് നമുക്ക് കാണുന്നില്ല. ക്യാരി ബിറ്റ് കാണാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ കിട്ടിയിരിക്കുന്ന ഉത്തരത്തിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കണം. ഈ കിട്ടിയിരിക്കുന്ന ഉത്തരത്തിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 0001 ആണ്. സോ ഇവിടെ 1 ഉള്ളിടത്തെല്ലാം നമ്മൾ 0 ആക്കി, 0 ഉള്ളിടത്തെല്ലാം നമ്മൾ 1 ആക്കി. സോ ഇതാണ് ഇതിന്റെ വൺസ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് മൈനസ് ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും, -0001 ആയിരിക്കും. സോ എന്തുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഹയസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള നമ്പർ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് നമ്പർ ആണ്. ഒരു നമ്പറിനെ, രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ നമ്മൾ മൈനസ് എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുകയാണെങ്കിൽ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഹയസ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഉള്ള നമ്പർ ഏതാണോ ആ നമ്പറിന്റെ സിംബൽ ആയിരിക്കും നമ്മൾ സാധാരണ ഗതിയിൽ ഇടുക. സോ വിദ്യാർത്ഥികളെ, ഇവിടെ കിട്ടിയിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് നമ്പർ ആണ്. ബൈനറി നമ്പറിൽ ഒരു നെഗറ്റീവിനെ റെപ്രസെന്റ് ചെയ്യുന്നത് 1 എന്ന് പറയുന്ന ഡിജിറ്റൽ റെപ്രസെന്റേഷൻ നമുക്ക് കൊടുക്കാം. അത് ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ സൈൻഡ് മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ സൈൻഡ് ബൈനറി ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും 1 എന്ന് പറയുന്ന നെഗറ്റീവ് സിംബലിനെ റെപ്രസെന്റ് ചെയ്യാനായിട്ടുള്ള സിംബൽ MSB പൊസിഷനിൽ 4 ബിറ്റ് ആണോ, 8 ബിറ്റ് ആണോ, 16 ബിറ്റ് ആണോ, എത്ര ബിറ്റ് റെപ്രസെന്റേഷൻ ആണോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ആ ബിറ്റ് റെപ്രസെന്റേഷൻ തന്നെ നിങ്ങൾ പെർഫോം ചെയ്യുക. തൽക്കാലം ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നു നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് -0001 എന്നതാണ് വൺസ് കോംപ്ലിമെന്റ് അഡിഷനിലൂടെ നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ ഓപ്പറേഷന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു ചോദ്യം കൂടെ നമുക്ക് നോക്കാം. സോ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: -111001 പ്ലസ് 110111. സോ ഇവിടെ നോക്കുക, ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നെഗറ്റീവ് നമ്പർ എന്താണോ ആ നെഗറ്റീവ് നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുക. സോ ഇവിടുത്തെ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പറാണ്. ഈ നമ്പറിന്റെ വൺസ് കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 0s ഉള്ളിടത്തെല്ലാം 1 ആക്കുക, 1 ഉള്ളിടത്തെല്ലാം 0 ആക്കുക. സോ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് 000110. ഇതിന്റെ കൂടെ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന നമ്പറിനെ ആഡ് ചെയ്യുക. സോ 110111 പ്ലസ് 000110 നമ്മൾ ആഡ് ചെയ്യുന്നു. 1 plus 0 result in 1. 1 plus 1 will result in 0 with a carry of 1.
1 plus 1 will result in 0 with a carry of 1. This 0 is added to 1 will result in 1. 1 plus 0 എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇവിടെ നമുക്ക് 1 കിട്ടി, 1 കിട്ടി. സോ നോക്കുക, ഇവിടെ നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസറിലേക്ക് എത്തുമ്പോൾ ക്യാരി ആയിട്ട് നമുക്ക് 1 വരുന്നില്ല. ക്യാരി 1 വരികയാണെങ്കിൽ കേസ് 1 അഡീഷനിലേക്ക് പോകും. ഇവിടെ 1 ക്യാരി നമുക്ക് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന ഈ റിസൾട്ടിന്റെ 1's കോംപ്ലിമെന്റ് എടുക്കുക. 1's കോംപ്ലിമെന്റ് എടുക്കുന്ന സമയത്ത് 0 0 0 0 1 0. സോ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്, സോ ദ ഫൈനൽ ആൻസർ വിൽ ബി minus 0 0 0 0 1 0 or simply minus 1 0 എന്നതായിരിക്കും ഈ തന്നിരിക്കുന്ന ചോദ്യത്തിന്റെ ഫൈനൽ ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. സോ കേസ് 2 നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് നോക്കുക. രണ്ട് നമ്പേഴ്സ് നമുക്ക് അഡീഷൻ ആയിട്ട് തരികയാണെങ്കിൽ ഒരു നെഗറ്റീവ് നമ്പർ ഉണ്ട് എങ്കിൽ ആ നെഗറ്റീവ് നമ്പറിന്റെ 1's കോംപ്ലിമെന്റ് എടുക്കുക. 1's കോംപ്ലിമെന്റിനെയും രണ്ടാമത്തെ നമ്പറിനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഒരു ക്യാരി ഫോർവേഡ് ഇല്ലാത്തത് കൊണ്ട് കിട്ടിയിരിക്കുന്ന ഉത്തരത്തിന്റെ 1's കോംപ്ലിമെന്റ് എടുക്കുക. അങ്ങനെ കിട്ടുന്ന ഉത്തരം ഒരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ പ്രിയ വിദ്യാർത്ഥികളെ, കേസ് 2 ബൈനറി 1's കോംപ്ലിമെന്റ് അഡിഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഈ ഒരു ലെക്ചർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ തന്നിരിക്കുന്ന 3 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: 1 1 1 0 1 പ്ലസ് മൈനസ് ഓഫ് 1 1 1 1 0. രണ്ടാമത്തെ ചോദ്യം മൈനസ് 1 1 1 1 0 1 പ്ലസ് 1 1 1 0 1 0. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് മൈനസ് 1 1 1 പ്ലസ് 1 0 1. സോ ഈ 3 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നിങ്ങൾ കണ്ടെത്തുക. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു ലെക്ചർ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക. അടുത്ത ലെക്ചറിൽ രണ്ട് നെഗറ്റീവ് നമ്പേഴ്സിനെ എങ്ങനെ 1's കോംപ്ലിമെന്റ് അഡിഷൻ ഓപ്പറേഷനിലൂടെ നമുക്ക് പെർഫോം ചെയ്യാം എന്നതിനെ കുറിച്ച് ഒരു ലെക്ചർ ആയിരിക്കും കാണുക. അടുത്ത ലെക്ചറുമായി വീണ്ടും കാണുന്നവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.